എല്ലാവർക്കും നമസ്കാരം. ഞാൻ രശ്മി എസ്, 1992 ബാച്ച് 10A സ്റ്റുഡൻറ്റ്. സ്മൃതിപർവം 2024 പ്രൗഢഗംഭീരമായ ഓപ്പൺ അസംബ്ലി വന്ദേമാതരം പാടി ഒരു അർത്ഥവിരാമം കുറിക്കുകയാണ്. അടുത്തതായി ഈ വേദിയിൽ വളരെ മനോഹരമായ ഒരു സെഗ്മെൻ്റാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും പലരും ഇതിനായി എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരമൊരു മഹാസംഗമം നാം ഓരോരുത്തരും എത്രമാത്രം ഹൃദയത്തോട് ചേർക്കുന്നു എന്ന് മനസ്സിലാക്കാം. രാവിലെ സ്മൃതിപർവം തീം സോങ്ങിൻ്റെ അർത്ഥപൂർണമായ വരികൾ ഈ തുരിമുറ്റത്ത് വെച്ച് ആലപിച്ചു കേട്ടപ്പോൾ അല്പം വികാരഭരിതമാകാത്ത മനസ്സും അല്പം രോമാഞ്ചം കൊള്ളാത്ത ആരും തന്നെ നമുക്കിടയിൽ ഉണ്ടാവില്ല. ഈ ഗേറ്റ് കടന്നു വന്നപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലൂടെ മങ്ങിയും തെളിഞ്ഞും ഒരുപാട് ഓർമ്മകൾ കടന്നു പോയിട്ടുണ്ടാകും. ആ ഓർമ്മപ്പൂക്കളിൽ ചിലത് നുള്ളിയെടുത്ത് നമ്മളിവിടെ ഒരു സുഗന്ധമാലിക ഒരുക്കുകയാണ്, സ്മൃതി പുഷ്പമാലിക. ഈ സുഗന്ധമാലിക ഒരുക്കാൻ നമുക്കൊരു പാനൽ തന്നെയുണ്ട്. ശ്രീമതി പ്രസന്ന ഇടയിലം, ശ്രീ EK സേതു, ശ്രീ KN ഗോപിനാഥ്. ഓർമ്മകൾക്കും അനുഭവങ്ങൾക്കും പരിധിയോ പരിമിതികളോ ഇല്ലെങ്കിൽ പോലും അവ പങ്കുവയ്ക്കപ്പെടുന്ന ഈ പരിപാടിക്ക് പക്ഷേ സമയപരിമിതി മൂലം ചില നിബന്ധനകൾ വെക്കേണ്ടതുണ്ട്. സംസാരിക്കുന്ന ഓരോരുത്തർക്കും 3 മിനിറ്റ് എന്ന അനുപാതത്തിൽ 10 മുതൽ 15 പേർക്ക് വരെ നമുക്ക് അവസരമൊരുക്കാം. പറഞ്ഞാലും തീരാത്ത ഓർമ്മകൾക്കും അനുഭവങ്ങൾക്കും താൽക്കാലികമായെങ്കിലും ഒരു പൂർണ്ണ വിരാമം ഇടണം എന്ന് ഈ സെഗ്മെൻറ്റിൽ സംസാരിക്കുന്നവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 3 മിനിറ്റ് ആകുമ്പോൾ ഒരു ലോങ് ബെൽ കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ തനിക്ക് അനുവദിച്ച സമയപരിധി കഴിഞ്ഞു എന്ന് സ്വയം മനസ്സിലാക്കി അടുത്തയാൾക്ക് അവസരം നൽകുന്നതിനായി മൈക്ക് പാനൽ അംഗങ്ങൾക്ക് കൈമാറണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. പാനൽ അംഗങ്ങൾ 3 പേരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പരിപാടിക്ക് വേണ്ടി വിദേശത്തുനിന്നും ഔട്ട്സൈഡ് കേരള എന്നെല്ലാം എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ അവരുടെ ടൗൺഷിപ്പ് ജീവിതവും കലാലയ ജീവിതത്തിലെ കുറേ നല്ല മുഹൂർത്തങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് 87 ബാച്ചിലെ ടിറ്റി പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അമേരിക്കയിൽ നിന്ന് എത്തിയതാണ്. നമ്മുടെ അന്നമ്മ ടീച്ചറുടെ മകളാണ്. 3 മിനിറ്റാണ് സംസാരിക്കാനുള്ള സമയം. അതുകൊണ്ട് വളരെ ലിമിറ്റ്, എല്ലാവർക്കും അവസരം കിട്ടണമെങ്കിൽ സമയം ചുരുക്കണം. ടിറ്റി. വിശിഷ്ടാതിഥികളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, സഹപാഠികളെ, ഈ സ്മൃതിപർവം പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിന് ഒത്തിരി സന്തോഷം. എല്ലാവരെയും പോലെ നമുക്കുള്ള കോമൺ ത്രെഡ് പഴയ ഓർമ്മകൾ തന്നെയാണ്. എനിക്കും അത് തന്നെയുള്ളൂ പങ്കുവെക്കാൻ. എൻ്റെ ക്ലാസ് ആ ഭാഗത്തായിരുന്നു. 9ഉം 8ഉം താഴത്തെ നിലയിലും 10ാം ക്ലാസ് മുകളിലുമായിരുന്നു. അന്നൊരു വേറെ കാലമായിരുന്നു. ആൺകുട്ടികൾ ഒരു സൈഡിലും പെൺകുട്ടികൾ വേറെ സൈഡിലുമായിരുന്നു. ഞങ്ങൾ 10ാം ക്ലാസ് ആകുന്നത് വരെ ആൺകുട്ടികളെല്ലാം ആ ഭാഗത്ത് ഇങ്ങനെ തിങ്ങി നിൽക്കും, പെൺകുട്ടികളെല്ലാം നല്ല കുട്ടികളായതുകൊണ്ട് ക്ലാസ്സിലിരിക്കും. പിന്നെ ഈ സ്റ്റേജിന് പുറകിൽ കുറേ മാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സെല്ലാം എല്ലാ സ്നേഹബഹുമാനങ്ങളോടെ എല്ലാവരെയും ഓർക്കുന്നു. നല്ല അറിവുള്ള ടീച്ചേഴ്സ് ആയിരുന്നതുകൊണ്ട് മുമ്പോട്ടുള്ള കലാലയ ജീവിതത്തിൽ പല ടീച്ചേഴ്സിനും ഞങ്ങൾ ഓരോരുത്തരും പോരായ്മകൾ കണ്ടിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ ഈ സ്മൃതിപർവം വഴി കൂട്ടായ്മകളും ബന്ധങ്ങളും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ടീച്ചേഴ്സിനെല്ലാം ആശംസകൾ. എല്ലാം നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല കൈയടി കൊടുക്ക്. അടുത്തതായി മിസ്റ്റർ MT വത്സൻ. അദ്ദേഹം USA-ലായിരുന്നു, ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നമ്മുടെ കൂട്ടത്തിലിരിക്കുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു അവസരം തന്നതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. ഈ FSCT സ്കൂളിനെ കുറിച്ച് എനിക്ക് ഓർമ്മ മാത്രമല്ല, നമ്മളെല്ലാം ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയ
സ്കൂളാണിത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ അധ്യാപകർ നമ്മളുടെ മനസ്സിൽ കൊളുത്തിയ ചിന്ത ഇവിടെ പഠിപ്പിക്കുന്നതിനേക്കാൾ സിലബസ് പഠിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെയൊക്കെ ചിന്തകളെ വളരെയധികം ഉയർത്തുവാൻ സഹായിച്ചിട്ടുള്ള അധ്യാപകരാണ് നമുക്കുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെയാണ് നമ്മുടെ സ്ഥാപനത്തിലുണ്ടായിരുന്നത്. അത് കായിക രംഗത്തായാലും കലാരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ശാസ്ത്ര രംഗത്തായാലും. ഞാൻ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനിങ്ങനെ ആ സമയത്തൊക്കെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വേറൊരു മേഖലയിലായിരുന്നു. അപ്പോൾ മറ്റ് സ്ഥലത്ത് പഠിപ്പിക്കുന്ന മാതിരി വെറുതെ സിലബസ് മാത്രം പഠിപ്പിച്ചു പോവുക ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിൽ, ഇപ്പം ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചതും അത് തന്നെയാണ്. കാരണം നമ്മളെ കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള പ്രോത്സാഹനം തന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളുടെ സ്കൂളിലെ ലൈബ്രറി തന്നെ ഏറ്റവും നല്ല ലൈബ്രറി ആയിരുന്നു. അധ്യാപകരും പ്രഗത്ഭരായിരുന്നു. അതൊക്കെ ഒരു മുതൽക്കൂട്ടാണ്. ഇന്നത്തെ എന്നെ മാത്രമല്ല നമ്മളുടെ സഹോദരരെയും എല്ലാ വിദ്യാർത്ഥികളെയും ഉയർത്തിക്കൊണ്ടുവന്ന സ്ഥാപനമാണിത്. ഈ FACT ഈ സ്കൂള് വീണ്ടും ഇത് പുനരുജ്ജീവിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം ഇപ്പോൾ CSR ഫണ്ടൊക്കെ ഉണ്ട്. ഈ സമൂഹത്തോടൊരു ബാധ്യത FACT നടത്തണം. FACTയിലെ എംപ്ലോയീസിൻ്റെ മക്കളല്ലെങ്കിൽ പോലും ഈ സമൂഹത്തെ പണ്ട് MK നായർ ചെയ്ത മാതിരി എല്ലാ രംഗത്തും, കഥകളി, ആരോഗ്യരംഗത്താണെങ്കിലും കലാരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഈ സമൂഹത്തെ ഈ പ്രദേശത്തെ മൊത്തം ഉയർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ FACTക്ക് അത് ഇനിയും സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. എന്നെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു വത്സൻ. പറയുന്നവരോട് അഭ്യർത്ഥനയുണ്ട്. അവരുടെ രസകരമായ പഴയ അനുഭവങ്ങൾ FACT സ്കൂളിൽ പട്ടി ഓടിച്ചിട്ടതോ അല്ലെങ്കിൽ ഇവിടെ വന്ന് അങ്ങനെ അവരുടെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ ഒരു പട്ടി ഓടിച്ചിട്ടുണ്ട് ഇവിടെ വെച്ച്, അതുകൊണ്ട് പറഞ്ഞതാണ്. അടുത്തതായി ഷീന KB ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി വിശാഖപട്ടണത്ത് നിന്ന് എത്തിയിരിക്കുകയാണ്. 87 ബാച്ചിലായിരുന്നു. സ്കൂളിൻ്റെ മധുരയ്ക്കും ഓർമ്മകൾ, അതായത് ജനറൽ ഡെവലപ്മെൻറ്റ്സ് അല്ല, രസകരമായ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കേണ്ടത്. അത് കേൾക്കാനാണ് എല്ലാവരും ഇരിക്കുന്നത്. താങ്ക് യു. സദസ്സിലിരിക്കുന്ന അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഷീന KB, 1987 ബാച്ച്. ഇവിടെ ഒരു വിദ്യാർത്ഥിയായിരിക്കെ ഏറ്റവും കൂടുതൽ സമയം ഈ സ്കൂളിൽ ചെലവഴിച്ചിട്ടുണ്ടാവുക ഞങ്ങൾ സ്പോർട്സ് താരങ്ങളായിരിക്കും. അന്നക്കുട്ടി ടീച്ചറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ സ്കൂൾ ടൈം ഒഴിച്ചാൽ ബാക്കി ഈ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ടീച്ചറെ ഈ സമയത്ത് ഓർക്കുകയാണ്. ടീച്ചറിൻ്റെ ആ ഡെഡിക്കേഷനും കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഞങ്ങളിൽ എല്ലാവരും തന്നെ നല്ല നിലയിൽ സ്പോർട്സിൽ കായിക രംഗത്ത് നല്ല പ്രാവീണ്യം തെളിയിക്കുകയും ഓരോരോ സ്ഥലങ്ങളിൽ റെയിൽവേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും കയറി പറ്റുകയും ഉണ്ടായി. എല്ലാവരുടെയും ജീവിതവും ഇപ്പോൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്കൂൾ എന്ന് പറയാൻ ഞങ്ങളിവിടെ 8I 9I അന്ന് ഗേൾസ് ആയിരുന്നു, താഴെ അപ്പുറത്ത് വിങ് ബോയ്സ്. അപ്പോൾ ഈ ഇൻ്റർവെൽ ടൈമിൽ ഗേൾസ് വാഷ്റൂമിലൊക്കെ പോവാൻ നിൽക്കുന്ന സമയത്ത് ബോയ്സ് എല്ലാം കൂടെ അവിടെ തിങ്ങിക്കൂടും. എല്ലാ ഏതൊക്കെ ഗേൾസിൻ്റെ ഒരു കടാക്ഷം കിട്ടും, അതിലുപരി അവരെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. വളരെ ഇടിയായിരുന്നു ഈ ഗ്രില്ല്, നമ്മുടെ നെഹ്റുജിയുടെ ബാക്കിലുള്ള ഗ്രില്ലിൻ്റെ അവിടെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലും മൈൻഡ് ചെയ്യാണ്ട് പോവുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ആയിരുന്നു ഫസ്റ്റ് ബാച്ച് 10th മിക്സഡ് ബാച്ചാക്കിയത്. അതിൽ 10th Bയിലായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത്.
അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ക്ലാസ്സിൽ ബോയ്സ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് കുറേ മാങ്ങയെല്ലാം പറിച്ചുകൊണ്ട് വരും. അപ്പോൾ എൻ്റെ വീട് ഇവിടെ ഇടി ഫ്ലാറ്റിലാണ്. അപ്പോൾ അടുത്തായതുകൊണ്ട് എന്നോട് പറയും, നീ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ കലർത്തിയിട്ട് കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവരും. എനിക്കും മാങ്ങയുടെ ഓരോ ഷെയറൊക്കെ കിട്ടും. അതൊക്കെ ടീച്ചർ കാണാണ്ടിരുന്ന് കഴിക്കും കുനിഞ്ഞിരുന്ന്. അങ്ങനെ ശാരദാമ്മ ടീച്ചറെ പലപ്പോഴും പൊക്കിയിട്ടുണ്ട്. അങ്ങനെ ബോയ്സിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ അച്ഛൻ ഇവിടുത്തെ PTA പ്രസിഡൻ്റായിരുന്നു. പുള്ളി അന്ന് മീറ്റിങ്ങിന് വേണ്ടി വരുന്നുണ്ടായിരുന്നു. വരുമ്പോൾ നോക്കുമ്പോൾ 4 ബോയ്സിൻ്റെ ഒപ്പം ഞാൻ മാത്രം ഒരു പെൺകുട്ടി നിൽക്കുന്നു പുറത്ത്. അച്ഛൻ എന്നെ കണ്ട് ചിരിച്ചിട്ട് കൊള്ളാം എന്നും പറഞ്ഞ് പോയി. വീട്ടിൽ ചെന്നിട്ടാണ് എന്നോട് സംഭവം ചോദിക്കുന്നത്. പക്ഷേ എന്നെ അറിയാവുന്നതുകൊണ്ട് അച്ഛന് അതൊന്നും വലിയൊരു കാര്യങ്ങളായിരുന്നില്ല. ഇതൊക്കെയാണ് കുറച്ചൊക്കെ ഓർമ്മകൾ നിൽക്കുന്ന കാര്യങ്ങൾ. എല്ലാ ടീച്ചേഴ്സിനും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ സീനിയേഴ്സിനും നമ്മുടെ ക്ലാസ്മേറ്റ്സിനും ജൂനിയേഴ്സിനും എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷീന. ശ്രീ സുനിൽ കുമാർ 87 ബാച്ച് സീഷെൽസ് എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. സുനിൽ കുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ സീഷെൽസിൽ നിന്നാണ് വന്നത്. അപ്പം ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതുപോലെ ഈ നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരെയും കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ എനിക്ക് അത്രയൊന്നും ഓർമ്മയില്ല, എന്നാലും എനിക്ക് ഈ പരിപാടിയിലൂടെ എല്ലാവരെയും കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ ഈ പരിപാടി ഒരു നല്ല സക്സസ് ആവട്ടെ. അടുത്ത വർഷവും ഈ ഒരു പരിപാടി നല്ല സക്സസ്സോടുകൂടി ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു നല്ലൊരു പ്രതീക്ഷ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ശ്രീ വിനോദ് തോമസ്. ടൗൺഷിപ്പിലെ മധുരിക്കുന്ന ഓർമ്മകൾ ഒരു 3 മിനിറ്റ് എല്ലാവരുമായിട്ടൊന്ന് പങ്കുവച്ചാൽ വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട എൻ്റെ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മറ്റിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം ഓർമ്മകൾ ഒരുമിച്ച് വരുന്നു. അത് കാരണം എന്ത് പറയണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പോൾ സാറിനെ ഞാൻ അല്പം മുമ്പ് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഇത് പറയാഞ്ഞ ഒരു കാര്യമാണ്. 4ാം ക്ലാസ്സിലാണ് സാർ എന്നെ പഠിപ്പിച്ചത്. അപ്പം അദ്ദേഹം ഒരു സെക്കൻഡ് എത്ര സമയമുണ്ടാവും എന്നുള്ളതിനെപ്പറ്റി പഠിപ്പിക്കായിരുന്നു. അപ്പോൾ അന്നേരം അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് 10 സെക്കൻഡായെന്ന് പറഞ്ഞു. ഞാനാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അത് എല്ലാ കാലത്തും ഞാൻ മിക്കവാറും ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ 10 സെക്കൻഡൊക്കെ ഒരുപാട് മുമ്പേ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സാറിനെ വാച്ചെടുത്ത് കാണിച്ച് 1, 2, 3, 4 അങ്ങനെ 10 വരെ എണ്ണി കൃത്യം 10 സെക്കൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടെ പറയട്ടെ. ഏതാണ്ട് 60 വർഷത്തിന് ശേഷം ഈ സ്കൂൾ അടച്ചു പൂട്ടുകയാണെന്നാണ് പറയുന്നത്. അതിന് കാരണമായി പറയപ്പെടുന്നത് പൈസയില്ല, ഫാക്ടിന് എന്തിന് നഷ്ടം ഉണ്ടാക്കുന്നു, പിന്നെ വേറെ പറയുന്നത് കുട്ടികളില്ല, ഇവിടെ പഠിക്കാൻ ആളുകളില്ല. ഇതൊക്കെയാണ് അതിന് കാരണങ്ങളായിട്ട് പറയാറുള്ളത്. ഫാക്ട് എല്ലാ കാലത്തും അറിയപ്പെട്ടിരുന്നത് വെറും ഒരു വളം നിർമ്മാണശാലയായിട്ടല്ല. നമ്മളിവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഇതിനെ അറിയുന്നത് ഇവിടെ പഠിച്ച, ഇവിടെ വളർന്നു വന്ന പല പ്രഗത്ഭന്മാരായ വ്യക്തികളിൽ കൂടാണ്. ഈ സ്കൂള് ഒരുപാട് പ്രതിഭകളെ വാർത്തെടുത്തിട്ടുണ്ട്, അവരിൽ കൂടെയാണ്. ഇത് കൂടാതെ കലാരംഗത്ത് FACT വരുത്തിയ പല സംഭാവനകളിൽ കൂടെയാണ്. കഥകളി, ഈ നാടിൻ്റെ തനതായ ഒരുപാട് കലാരൂപങ്ങളെ FACT വളർത്തിയെടുത്തിട്ടുണ്ട്. ഇവയിലൊക്കെ കൂടിയാണ് FACTയെ നമ്മൾ പുറത്തറിഞ്ഞിരുന്നത്. വെറും ഒരു വളം നിർമ്മാണശാല അല്ല. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള മറ്റ് സ്ഥാപനങ്ങളെ പറ്റി നിങ്ങൾക്ക് നോക്കാം. മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ, അവർ പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നവരുണ്ട്, മറ്റ്
ഒരുപാട് രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരുപാട് വ്യവസായശാലകൾ FACT ഈ ഏരിയയിലുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും ഉള്ള ഒരു സ്ഥാനമല്ല FACTക്ക് ഉണ്ടായിരുന്നത്. അത് കലാരംഗത്തും സാംസ്കാരിക രംഗത്തും ഫാക്ട് നൽകിയ സംഭാവനകൾ കൊണ്ടാണ്. അവയൊന്നും അക്കങ്ങളിലും സംഖ്യകളിലും ചുരുക്കാനാവില്ല. അപ്പോൾ ഈ ഫാക്ടിൻ്റെ സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് പൈസയില്ല, ലാഭമില്ല എന്ന് പറയുന്നവർ ഓർക്കണം, ഇത് പൈസയിലും ലാഭത്തിലും ഒതുക്കാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ അല്ല. അപ്പം എന്തായാലും അലുമിനി അസോസിയേഷൻ വന്നതോടുകൂടി, ശക്തമായ ഒരു അലുമിനി അസോസിയേഷൻ വന്നതോടുകൂടി ഫാക്ടിൻ്റെ സ്കൂൾ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു. അടുത്തതായി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഏലിയ സാറ് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് എല്ലാവർക്കും ആശംസകളും സ്നേഹാദരങ്ങളും അറിയിച്ചിട്ടുണ്ട്. സാറിൻ്റെ മനസ്സ് നമ്മോടൊപ്പം ഉണ്ട്. ആരോഗ്യ കാരണങ്ങളാൽ സാറിന് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ നേവിയിൽ റിട്ടയർ ചെയ്തൊരു ഓഫീസറാണ്. അപ്പോൾ ഞാൻ വനിതകളുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. എൻ്റെ ഫൈറ്റ് ആരംഭിച്ചത് ഈ സ്കൂളിൽ നിന്നാണ്. അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിൾ കൊണ്ടുവരാനായിട്ട് ആൺകുട്ടികൾക്ക് മാത്രമാണ് പെർമിഷൻ ഉണ്ടായിരുന്നത്, പെൺകുട്ടികൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏലിയ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സർ എന്തുകൊണ്ട് ഞങ്ങളെ സൈക്കിൾ കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല? സർ പറഞ്ഞു, ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് സൈക്കിൾ വയ്ക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് പോർഷൻ വേണം, അല്ലെങ്കിൽ ബോയ്സിൻ്റെ ഇടയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ സാർ പറഞ്ഞു, കൊണ്ടുവന്നോളൂ, ഈ കോർണറിൽ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ നല്ല സ്റ്റൈലിൽ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഉച്ചയ്ക്ക് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പയ്യൻ വന്ന് എൻ്റെ സൈക്കിളിൽ കാറ്റഴിച്ചു വിട്ടു. ഞാൻ എങ്ങനെ തിരിച്ചു പോവും? ഞാൻ ഈ പയ്യനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ്റെ സൈക്കിൾ കണ്ടുപിടിച്ച് ഞാൻ അതിൻ്റെ കാറ്റഴിച്ചു വിട്ടു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ എൻ്റെ സൈക്കിളിൻ്റെ കാറ്റഴിച്ചു വിട്ടു? ഞാൻ പറഞ്ഞു, എൻ്റെ സൈക്കിളിലെ കാറ്റഴിച്ചു വിട്ടാൽ ഞാൻ എങ്ങനെ എൻ്റെ വീട് വരെ എത്തുന്നത് താങ്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് താങ്കളുടെ സൈക്കിളിൻ്റെ കാറ്റ് ഞാൻ അയച്ചു വിട്ടത്. അവിടെ തുടങ്ങി ജെൻഡർ ഇക്വാലിറ്റിക്കുള്ള എൻ്റെ ഫൈറ്റ്. അത് ഞാൻ സുപ്രീം കോടതി വരെ എത്തിച്ചു. ഇന്ന് അതിൻ്റെ കെയർ ഓഫിലാണ് സൈനിക് സ്കൂളിലും നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലും വനിതകൾക്ക് എൻട്രി ലഭിച്ചിരിക്കുന്നത്. ഒരു കയ്യടി. ഇതിന് കാരണമായിരിക്കുന്നത് ഈ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സുമാണ്. എൻ്റെ 3ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ റോസക്കുട്ടി ടീച്ചർ തൊട്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ എന്നെ ഞാനാക്കി ഈ ഒരു പൊസിഷനിൽ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇടയാക്കിയത് എൻ്റെ ഗുരുക്കന്മാരാണ്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സ്കൂളിലെ കുറേ നല്ല അനുഭവങ്ങളും നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരുപാട് സംഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. സമയപരിമിതി മൂലം ഞാനത് നിർത്തുന്നു. അടുത്തതായിട്ട് സംസാരിക്കാനായിട്ട് ഫോസിൽ ബാച്ചിലെ സതീഷ് ചേട്ടനെ ക്ഷണിക്കുന്നു. ചേട്ടൻ ട്രിവാൻഡ്രത്ത് നിന്ന് എത്തിയിരിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. 1980 10A ഈ സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ചിറങ്ങിയത്. ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞ 10-16 വർഷക്കാലമായി ഫോസിൽ എന്നൊരു കൂട്ടായ്മ നടത്തി വരികയാണ്. ഫാക്ട് ഓൾ സ്റ്റുഡൻസ് സ്പെക്ട്രം ഇൻ ലവ്. എല്ലാ വർഷവും ജൂലൈയിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. അത് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് ക്രിക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഹരമാണ്. ലോകത്തെമ്പാടുള്ള 3 വയസ്സുള്ള കുട്ടികൾ പോലും ക്രിക്കറ്റ് ബാറ്റ് പിടിച്ചാണ് നടക്കുന്ന ഒരു കാലഘട്ടം. IPL വന്ന് ഒരുപാട് ക്രിക്കറ്റിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ 1978, 79, 80 കാലഘട്ടത്തിൽ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ സ്കൂളിലെ ക്രിക്കറ്റിനെ പ്രതികരിച്ച് കളിക്കുവാനും സംസ്ഥാനത്തെ പ്രതികരിക്കുവാനും 1981 തൊട്ട് രഞ്ജി ട്രോഫി കളിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത് ഈ സ്കൂളിലുണ്ടായിരുന്ന മഹാനായ ബാലൻ പണ്ഡിറ്റ് സാറിൻ്റെ ശിക്ഷണത്തിലുള്ളൂ മാത്രമാണ്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഭവമാണ്. നമ്മുടെ സ്കൂൾസ് ടീം, നമ്മുടെ ഫാക്ട് സ്കൂൾ ടീം കേരള സ്കൂൾസ് വിൻ ചെയ്യുന്നത് 1980 ആദ്യമായിട്ട്. തീർച്ചയായിട്ടും അതൊരു ഓർമ്മയാണ്. ഇന്ന് ഞാൻ ഈ മാസം റെയിൽവേ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. റെയിൽവേയിൽ ജോലി കിട്ടിയതുപോലും ഈ സ്കൂളിൽ നിന്നും ക്രിക്കറ്റ് പഠിച്ച് വളർന്നതിൻ്റെ കാലഘട്ടങ്ങൾ മാത്രമാണ്. ഇവിടെ 3 മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. ഈ കൂട്ടായ്മ, സ്മൃതിപർവം എന്ന ഈ കൂട്ടായ്മ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോയി. നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ അനിരുദ്ധൻ ഇവിടെ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ഈ
സ്വപ്ന സാക്ഷാത്കാരത്തിന് എല്ലാവരുടെയും കൂട്ടായ പിന്തുണയുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് ഇവിടെ അവസരം തന്നതിന് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു ഓൾ. അടുത്തതായി 1964 ബാച്ചിലെ വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് സ്റ്റുഡൻറ്റ് ശ്രീ കെ മണികണ്ഠൻ. അധ്യക്ഷവേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ സുഹൃത്തുക്കളെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മുൻ ടീച്ചേഴ്സ്, അതേമാതിരി എൻ്റെ സഹപാഠികളെ, ഞാൻ FACT സ്കൂളിൽ നിന്നും SSLC കഴിഞ്ഞ് പോന്നിട്ട് 60 വർഷം തികയാണ്. 1964 അങ്ങനെ FACT സ്കൂളിൽ ആദ്യം പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ ഈ സ്കൂളോ അതേപോലെ കോൺവെൻറ്റ് സ്കൂളോ ഉണ്ടായിരുന്നില്ല. 7ാം സ്റ്റാൻഡേർഡ് വരെ ഞങ്ങൾ പഠിച്ചിരുന്നത് MK പോൾ പോത്തൻ ജനറൽ മാനേജരും കസ്തൂരിരംഗൻ ജനറൽ മാനേജരും താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ അടുത്ത കെട്ടിടത്തിലായിരുന്നു സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ ജയിക്കുന്ന ഓരോ ക്ലാസ് അനുസരിച്ച് ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും. ആ സ്കൂളിൽ വെച്ചാണ് നമ്മുടെ ജോൺ സാറ്, ശാരദാമ്മ ടീച്ചർ, ഒരു നമ്പൂരി സാറ്, ഇത്രയും പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 8ാം സ്റ്റാൻഡേർഡിലേക്ക് ആയപ്പോഴാണ് കോൺവെൻറ്റ് സ്കൂളിലേക്ക് മാറ്റുന്നത്. കോൺവെൻറ്റ് സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് സുന്ദരംപിള്ള സാറ്, മൂത്ത സാറ്, ശാരദാമ്മ ടീച്ചർ, സെലസ്റ്റിൻ മാസ്റ്റർ, ഉണ്ണിമേനോൻ സാറ്. ഉണ്ണിമേനോൻ സാറിനെ കൂടാതെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നാരായണ മേനോൻ സാറ് മലയാളം എടുക്കാൻ വന്നിട്ടുണ്ടായി. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ പ്രൊഫസറായിട്ട് പോയി. അങ്ങനെ കോൺവെൻറ്റ് സ്കൂളിൽ 10ാം സ്റ്റാൻഡേർഡിൽ 3 ഡിവിഷൻ ഉണ്ടായിരുന്നു. 10th A, 10th B, 10th C 3 ഡിവിഷനായിരുന്നു. ഞാൻ അതിനകത്ത് 10th B ഡിവിഷനിലായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ദേവയാനി, ഈ ഫ്രണ്ടിലിരിക്കുന്ന ശാന്തകുമാരി എല്ലാം. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങി പോയിട്ടുണ്ടാകും. ഞാൻ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം, ഞങ്ങൾ സ്പോർട്സിൻ്റെയും ഗെയിംസിൻ്റെയും മറ്റേ കളികൾ നടത്തുന്നത് ഈ കോൺവെൻറ്റ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെയാണ്. ആ സ്ഥലത്ത് വാർഷികത്തിനോടനുബന്ധിച്ച് നടന്ന സ്പോർട്സ് ഐറ്റംസിൽ ഡിസ്കസ് ത്രോ നടത്തി. ഒരു ജോസഫ് എന്ന് പറയുന്ന കുട്ടിയാണ് ഡിസ്കസ് എടുത്ത് എറിഞ്ഞത്. അങ്ങനെ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്ത് അവിടെ താമസിക്കുന്ന ഒരു ടീച്ചർ തങ്കമണി എന്നാണ് വരുന്നതെന്ന്. ആ ടീച്ചറിൻ്റെ ഗുരുതരമായ പരിക്ക് പറ്റി വലിയ വിഷയമായി. അങ്ങനെ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചു, ബെൽവിൻ മാസ്റ്ററാണ് ബാൻഡിൻ്റെ ആദ്യമായിട്ട് തുടങ്ങിയതെന്ന്. അത് ശരിയല്ല. അതിനു മുമ്പ് ജോർജ് മാസ്റ്റർ ബാൻഡ് ആരംഭിക്കുകയും ആ ബാൻഡിൽ അംഗങ്ങളായി ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പൂർവ്വകാല വിഷയങ്ങൾ കൂടുതൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. ആരോഗ്യ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സംസാരിച്ച 1-2 പേര് സൂചിപ്പിച്ചതുപോലെ ഈ FACT സ്കൂള് മൊത്തത്തിൽ 75 വർഷമാകുകയാണ്. ആ സ്കൂളിനെ പരിപോഷിപ്പിച്ച് വളരെ മികച്ച സ്ഥാനത്തെത്തിച്ചത് ബഹുമാനപ്പെട്ട MKK നായർ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ആ സ്കൂള് ഇന്ന് ഇല്ലായ്മയിലേക്ക് പോയിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്നും മാറ്റാൻ എല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങുകയും ഇതിൻ്റെ നേതൃത്വം അതിന് മുൻകൈ എടുക്കുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ സംസാരിക്കാൻ അവസരം തന്ന സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആശംസകൾ. വളരെയധികം നന്ദി.
ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ ഭാവി, എൻ്റെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനായി ഈ FST സ്കൂളിൽ എൻ്റെ അധ്യാപകരായി എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നയിച്ച എൻ്റെ ബഹുമാന്യരായ ഇവിടെ എത്തിയിട്ടുള്ളതും മൺമറഞ്ഞു പോയതും ആയ അധ്യാപകരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ഹൃദയംഗമമായി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. മണിമല എന്ന ഒരു കുഗ്രാമത്തിൽ നിന്ന് FST വെസ്റ്റേൺ UP സ്കൂളിൽ അധ്യാപകനായിരുന്ന PV കുട്ടമ്പിള്ള എന്ന ആളിൻ്റെ അനുജനാണ് ഞാൻ. ആ ഗ്രാമത്തിൽ നിന്നും അദ്ദേഹം ഏലൂരെന്ന ഉദ്യോഗമണ്ഡലം എന്ന ഈ സ്ഥലത്തെത്തി അദ്ദേഹത്തിൻ്റെ ഇളയ അനിയനായ എന്നെയും ഒരു ഭാവി ഉണ്ടാവുന്നതിനായി കൺതെളിക്കുന്നതിനായി 1969 ഈ ഏലൂരിൽ കൊണ്ടുവന്ന് ആ കുഗ്രാമത്തിൽ നിന്ന് ഈ ഉദ്യോഗമണ്ഡൽ എന്ന ഈ വ്യവസായ മേഖലയിൽ എത്തുമ്പോൾ ഈ അർജുനൻ സ്വർഗത്തിൽ പോയതുപോലുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ശാസനയും ഗ്രാമത്തിൽ നിന്ന് വന്നു ചേർന്ന ഒരാളെന്നുള്ള നിലയിലുള്ള തെറ്റുകുറ്റങ്ങളും ആവേശങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ എന്നോട് ക്ഷമിക്കുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്ത ആ മഹനീയ വ്യക്തിത്വങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഞാനിവിടെ ഒരു NCC കേഡറ്റായി, ഒരു സാഹിത്യ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി, സാഹിത്യരംഗത്തും അതുപോലെ തന്നെ ഇവിടെ വളർന്ന് 1971 ഇൻഡോ പാക് യുദ്ധകാലത്ത് ആവേശം കൊണ്ട് അന്ന് ഞങ്ങളിവിടെ നടത്തിയ പാകിസ്ഥാന് വിരുദ്ധരായിട്ടുള്ള പ്രകടനവും അതിനുശേഷം ഒരു സൈനികനാവണം, ജീവിതധർമ്മം, ജീവിതം ഒരു സൈനികനാവുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തി ആയി ഞാൻ മാറുകയും എൻ്റെ ഇവിടുത്തെ NCC പരിശീലനവും അതുപോലെ തന്നെ എൻ്റെ സ്ഥിരോത്സാഹവും എൻ്റെ പ്രാർത്ഥനയും കൊണ്ട് എനിക്കൊരു സൈനികനാകാൻ സാധിച്ചു. 18 വർഷത്തോളം എല്ലാ മേഖലകളിലും ഏത് കഷ്ടപ്പാടുകളിലും സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും എൻ്റെ ഗുരുപൂരന്മാരുടെ അനുഗ്രഹം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എനിക്കിന്ന് നിങ്ങളുടെ മുന്നിൽ ഈ സ്മൃതി പർവ്വതത്തിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം ലഭിച്ചു. ഞാൻ എൻ്റെ ഈ സ്കൂളിൽ പഠിക്കുന്നതിനുള്ള അവസരമുണ്ടായതും ഈ സ്കൂളുണ്ടായതിൻ്റെയും കാരണക്കാരനായ യശശരീരനായ ശ്രീ MKK നായരുടെ ആ തിരുനാമത്തിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ വളരെ ഹൃദയപൂർവ്വം ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുന്നു. ഇന്നിവിടെ വരുന്നതിനും ഇങ്ങനെ ഒരു സ്മൃതിപർവം പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും എനിക്ക് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായതിൽ എൻ്റെ ഭാഗ്യമായി കരുതിക്കൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ ഭാരത്. അടുത്തതായി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ മോഹൻകുമാറിനെ ക്ഷണിക്കുന്നു. സ്കൂളിലെ പഴയ ഓർമ്മകൾ ഒരു 3 മിനിറ്റിൽ എല്ലാവരുമായിട്ട്. ഞാൻ 1980 ബാച്ച് FST ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. FSTയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ HR ആയിട്ട് കഴിഞ്ഞ മെയ്യിൽ ഞാൻ റിട്ടയർ ചെയ്തു. ഇപ്പോഴും ഫാക്റ്റിൻ്റെ സീനിയർ കൺസൾട്ടൻറ്റ് HR ആണ് ഞാൻ. അനുഭവങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ ഫാക്റ്റിൻ്റെ സ്കൂള് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സംസാരത്തിനൊരു ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ നൽകുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഈ ഫാക്റ്റ് ഹൈസ്കൂളിൻ്റെ ഈ കഴിഞ്ഞ 4 വർഷം ഫാക്റ്റ് ഹൈസ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്
ഞാൻ പ്രവർത്തിച്ചിരുന്നതാണ്. തീർച്ചയായിട്ടും ഈ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് ഇത് ഈ വർഷം കഴിഞ്ഞ വർഷവും അത് നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന വ്യക്തി എന്ന നിലയിൽ ഈ സ്കൂൾ ഇനിയും നന്നായിട്ട് തന്നെ നടത്തുന്നതിന് വേണ്ടി FICT മാനേജ്മെൻറ്റ് അതിൻ്റേതായ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് സംബന്ധിച്ച് ഈ വർഷത്തെ ഫാക്റ്റിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് സംബന്ധിച്ചൊരു തീരുമാനം ഉടനെ തന്നെ എടുക്കുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് നിങ്ങളെല്ലാവരെയും എന്നുള്ള ഒരു ഇതാണ് ഞാനിവിടെ നിന്ന് നിങ്ങളോട് നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി. തിരിച്ച് ഇതുപോലെ അടുത്ത ഒരു പരിപാടി നമ്മൾക്ക് സംഘടിപ്പിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി ശ്രീ മിസ്റ്റർ വേണുഗോപാൽ 73 ബാച്ച്. മൂന്ന് മിനിറ്റ് സമയം. ഈ സ്മൃതിപർവം വേദിയിൽ നമ്മുടെ ആദ്യ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശ്രീ AK കേശവപിള്ള സാറിനെ അനുസ്മരിക്കാതെ പോകുന്നത് കഷ്ടമാണെന്ന് എനിക്ക് തോന്നി. കാരണം 73-ലാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. ഇപ്പോൾ എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടാണ്, എൻ്റെയൊക്കെ കാലയളവ് വെച്ച് ശേഷമാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. ഒരു രസകരമായിട്ടുള്ളൊരു സംഭാഷണം. അദ്ദേഹത്തിൻ്റെ മഹാമേരു, ഈ സ്ഥാപനത്തിലൊരു മഹാമേരു, ഒരു പർവ്വതമായിരുന്നു അദ്ദേഹം. എന്തൊരു വലിയ ടവറിങ് പേഴ്സണാലിറ്റി. ഒരു രസകരമായിട്ടുള്ള സംഭവം. ഒരിക്കൽ ഏലിയ സാറാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം കെമിസ്ട്രി ക്ലാസ്സിൽ ഇവിടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ലാബ് ഉണ്ടെന്ന്, അപ്പോൾ അതിലെന്തോ ഒരു സ്പിരിറ്റിൻ്റെ ആവശ്യം വന്നു, ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു കുട്ടികളടുത്ത്, സ്പിരിറ്റ് ആരെങ്കിലും കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ചൗക്ക എന്ന് പറയുന്ന സ്ഥലം ഇല്ലിസിറ്റ് ലിക്കറിൻ്റെ വലിയൊരു കേന്ദ്രമായിരുന്നു. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു 2-3 കുപ്പി വാറ്റി ചാരായ കൊട്ടോടി എന്ന മറ്റേ പറയുന്ന സാധനം കള്ളുമൊക്കെ ആയിട്ട് വന്നു. ഇത് പിള്ളേർക്കിടയിൽ ഒരു ഹരമാണല്ലോ, ഒരു രസമാണ്. അതിൽ അന്നത്തെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന ലീഡർഷിപ്പ് എന്ന പ്രധാനമന്ത്രി പുള്ളി ഒന്ന് രുചിച്ചു നോക്കി. ഇത് ഓപ്പോസിറ്റ് ഗാങ് ഭയങ്കര ഇഷ്യൂ ആക്കി ഭയങ്കര പ്രശ്നമായി, പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേശവപിള്ള സാറ് മൈക്കിൽ കൂടെ അന്ന് എല്ലാ ക്ലാസ്സിലും ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു, ഫോണുണ്ടല്ലോ, അങ്ങേരെ പറഞ്ഞത് പിള്ളേരല്ലേ കള്ളല്ലേ കണ്ടാ തുള്ളി കുടിക്കില്ലേ എന്നാണ്. കാരണം ആ ഒരു മഹാമനസ്സ്, ആ ഒരു മനസ്സിൻ്റെ വിശാലത അതൊരു വലിയ അപരാധമായിട്ടല്ല കണ്ടത്, അതിൻ്റെ രസമാണ് അങ്ങേര് ഇത് ചെയ്തത്. അങ്ങനെ ഒരു വലിയ മനുഷ്യനെ ഞാൻ നമിക്കുന്നു, ആദരിക്കുന്നു. താങ്ക് യു. വളരെയധികം നന്ദി. അടുത്തതായി ഈ പ്രോഗ്രാം ഈ ലെവലിലേക്ക് എത്തിച്ച നമ്മുടെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ 66 ബാച്ചിൽ പാസ് ഔട്ടായ സേതു ചേട്ടനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയമുള്ള സഹപാഠികളെ, ഈ ഒരു പരിപാടി ഇവിടെ അടിയിച്ചൊരുക്കിയത് പഴയകാല സുഹൃബന്ധങ്ങൾ പുതുക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളെല്ലാം ശ്രീ അനിരുദ്ധൻ ഇവിടെ മുൻപേ വിവരിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏതാണ്ട് കേശവപിള്ള സാർ, ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ കേശവപിള്ള സാർ ചാർജ് എടുത്ത വർഷം തന്നെയാണ് ഞാൻ 8ാം ക്ലാസ്സിലേക്ക് പാസ്സായി വന്നത്. 8, 9, 10 ഈ സ്കൂളിലാണ് പഠിച്ചത്. അതിനു മുമ്പ് ഞാൻ വെസ്റ്റേൺ UP സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സാറ് ചാർജ് എടുത്ത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാതെ തന്നെ പല ടീച്ചേഴ്സിനും അറിയാം, പഴയ സ്റ്റുഡൻസിനും അറിയാം. ഒരു വെള്ള ഷർട്ട്, വെള്ള പാൻറ്റ്, കഴിയുമെങ്കിൽ വരാന്തയിൽ കൂടെ നടക്കുമ്പോൾ ഒരു നീളമുള്ള ചെറിയ ചൂരൽ. ഇതായിരുന്നു സാറിൻ്റെ ആകപ്പാടെയുള്ള ഈ വരാന്തയിൽ കൂടി നടക്കുമ്പോൾ കേശവപിള്ള സാറിനെ കുറിച്ച് ഉള്ളൊരു ചിത്രം അതായിരുന്നു. എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ച കേശവപിള്ള സാറിൻ്റെ ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു കുട്ടി, ഒരു ആൺകുട്ടി, പേര് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും എൻ്റെ മനോമുകുരത്തിൽ ആ പേര് തങ്ങി നിൽക്കുന്നുണ്ട്. ഒരു അനാവശ്യമായ കൃത്യം നിർവഹിച്ചതിൻ്റെ പേരിൽ ഓപ്പൺ അസംബ്ലിയിൽ വച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്തു. അന്ന് ഹെഡ് മാസ്റ്ററായിരുന്ന കേശവപിള്ള സാറ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ചൂരൽ വച്ച് ആ ആൺകുട്ടിയുടെ കൈ നീട്ടിപ്പിടിച്ച് 12 അടി അന്ന് കൊടുത്ത സംഭവം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ പഴയ ടീച്ചർമാരുണ്ടെങ്കിൽ അവർ ഓർക്കുന്നുണ്ടാകും.
യാതൊരു മടിയും കൂടാതെ ആ കുട്ടി 12 അടിയും സ്വന്തം ഉള്ളം കയ്യിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഞാനിത് പറയുന്നത് ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന അധ്യാപകർ ഈ സ്കൂളിലെ കുട്ടികളുടെ സ്വഭാവ വൈശിഷ്ട്യം വളർത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളാണ്. ഞാനിന്ന് ഓർക്കുമ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ടീച്ചേഴ്സ്, ഗ്രഗറി സാറാണെങ്കിലും ഏലിയ സാറാണെങ്കിലും സെലസ്റ്റിൻ സാറാണെങ്കിലും ജോൺ സാറാണെങ്കിലും ജോയ് സാറാണെങ്കിലും മൂസ സാറാണെങ്കിലും എല്ലാം അങ്ങനെ നീണ്ട ഒരു നിരയാണ് പഴയ അധ്യാപകരെ കുറിച്ചുള്ളത്. EVP നമ്പൂതിരിയെ പോലുള്ള സാറ്, അവരെല്ലാം ക്ലാസ് റൂമിൽ ഉണ്ണിമേനോൻ സാറിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഉണ്ണിമേനോൻ സാറിൻ്റെ വിദ്യാർത്ഥി ആയിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇതുപോലെ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ എന്നും ഒരു നന്ദിയോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ സ്കൂളിൻ്റെ സംഭാവനയാണ്. നാളെയും സ്കൂളിൻ്റെ യശസ്സും ഈ സ്കൂൾ നിലനിൽക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സോവനീർ കമ്മിറ്റി ചെയർമാൻ ശ്രീ KN ഗോപിനാഥ്, 76 ബാച്ച്. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. 73, 76 ഇവിടെ പ്രസന്ന പറഞ്ഞു. 76 അടിയന്തരാവസ്ഥ ജസ്റ്റ് അതിന് ശേഷം പാസ് ഔട്ട് ചെയ്ത് പോകുന്ന മൂത്തുസാറായിരുന്നു ക്ലാസ് ടീച്ചർ. 10B ആയിരുന്നു ക്ലാസ്. ഞാനിപ്പോൾ ടീച്ചർമാരുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് പഠിച്ച് SSLC പാസ്സായി. ഞാൻ MCOM പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച് ഹിൻഡാൽകോയിൽ പഴയ ഇന്ത്യൻ അലൂമിനിയം കമ്പനിയിൽ ജീവനക്കാരനായി കുടുംബത്തെ സംരക്ഷിക്കാൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ്. CPM ആണ്, CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ ചെയർമാനാണ്. ഞങ്ങൾ സ്വന്തം നിലയിൽ തന്നെ ഒരു IAS അക്കാഡമി വഞ്ചിയൂർ നടത്തുന്നുണ്ട്. 78 സ്റ്റുഡൻസ് ഇപ്രാവശ്യം IAS പരീക്ഷ എഴുതി, പ്രിംസ് എഴുതി. ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്യുന്ന ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തൊഴിൽ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഞാനത് പറയാൻ കാര്യം, ഇനി ആരെങ്കിലും IAS പഠിക്കാൻ 2 ലക്ഷമൊക്കെ കൊടുക്കേണ്ട കാര്യമില്ല. 20,000 രൂപയെ ഫീസുള്ളൂ. നല്ല അധ്യാപകരാണ്. അതിന് സൗകര്യമുണ്ടെന്നുള്ള നിലയിൽ ഒരു സ്വാർത്ഥത കൊണ്ടുകൂടി അത് പറഞ്ഞതാണ്. ഇവിടെ എൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരനുഭവം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഞാനും സതീഷ് ഇപ്പോൾ കെൽപ്പാമിൻ്റെ MD-യാണ്. സതീഷ് ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലായിരിക്കുന്നത്. കെൽപ്പാം എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD-യാണ് സതീഷ്. സതീഷിന് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ആശംസകൾ തന്നു. സതീഷ് ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ റിയാബിൻ്റെ റിയാബ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് ഉദ്യോഗസ്ഥനുള്ള കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് കിട്ടിയ സതീശനും ഞാനുമായിരുന്നു ക്ലാസ്മേറ്റ്സ്. ക്ലാസ്സിലെ ഒരേ ഡെസ്കിലിരിക്കുന്ന ആ സമയത്താണ് നമുക്ക് ആ 10B ആ സൈഡിൽ വരാന്തയിൽ അതിന് ഗ്രില്ലുണ്ടായില്ല. വാസവജി സാറ് ക്ലാസ് എടുക്കേണ്ട ഹൂം എന്നൊക്കെ പറഞ്ഞ് ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ PS അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വളരെ പെട്ടെന്ന് എരച്ചു കയറി വരാന്തയിലൂടെ ഇങ്ങനെ വരികയാണ്. മുദ്രാവാക്യവും വിളിക്കുന്നുണ്ട്. നേരെ ജനലിനകത്തേക്ക് നോക്കിയിട്ട്, എടാ EMS അറസ്റ്റ് ചെയ്തു, ഇറങ്ങി പുറത്തേക്ക് വാടാന്നാണ് പറയുന്നത് എല്ലാവരോടും. നേരെ ആ ജനൽ ചാടി അപ്പുറത്തേക്ക് പോയി. ക്യാ ഹുവ എന്ന് ചോദിച്ചു. കുച്ച് നഹി ഹുവ എന്ന് ഞാൻ പറഞ്ഞിട്ട് നേരെ അങ്ങ് പോയി. ഇതെൻ്റെ ഒരു അനുഭവമാണ്. അടിയന്തരാവസ്ഥയിൽ കുരുത്തം കെട്ടവരെന്ന് സാറ് വിളിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഈ നിലയിലൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനൊരു ഭാഗ്യമുണ്ടായത് എന്ന് ഞാൻ കണക്കാക്കുന്നു. മറ്റൊരു കുരുത്തക്കേട്, ജോൺ സാറ് കുറച്ച് നാൾ വിദേശത്ത് പോയി. മാത്സ് എടുക്കുന്ന അധ്യാപകനായിരുന്നു. സാറിപ്പോൾ ഇവിടെ ഇല്ല. അന്ന് ഈ സ്കൂളിൻ്റെ ബാക്ക് സൈഡിലുള്ള ഐസൊലേറ്റ് ചെയ്ത 2 മുറികളിൽ ക്ലാസ് റൂം ഉണ്ടായിരുന്നു. അന്ന് എണ്ണം കൂടിയതുകൊണ്ട് ഡിവിഷൻ വർദ്ധിപ്പിക്കേണ്ട ഭാഗമായിട്ട് അന്നും ഉണ്ടായി. അവിടെ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ക്വാർട്ടേഴ്സിലേക്ക് ഇറങ്ങും. ഞങ്ങൾ ഒരു ബാച്ച് കുറച്ച് പേര് ക്വാർട്ടേഴ്സിലേക്ക് ഇറങ്ങി പഠിക്കണ കൂട്ടത്തിൽ ചെയ്യുന്ന കുസൃതിയാണ്. വീട്ടുകാരറിഞ്ഞാൽ തല്ലി കൊല്ലും. അവരെ ഒന്നും അറിയിക്കാതെ പോയി മാങ്ങ പറിക്കുക, കശുമാങ്ങ പറിക്കുക, ഇതൊക്കെയാണ് പണി.
പട്ടിയൊക്കെ അടിയിൽ നായയെ അഴിച്ചു വിടും, അതിൻ്റെ മുകളിലിരുന്നിട്ട് ഇറങ്ങാൻ പ്രയാസമാവും, അങ്ങനെയൊക്കെ വല്ലാതെ ആവും. CSF ഉദ്യോഗസ്ഥന്മാർ വരും, വളരെ പ്രയാസപ്പെട്ട് പറിച്ച മാങ്ങയൊക്കെ പോക്കറ്റിൽ തിരികി 1 മണിക്ക് കഷ്ടി ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നേരെ വന്ന് കയറി, റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലേ, വന്ന് കയറിയ സമയത്ത് ഞങ്ങളുടെ പോക്കറ്റൊക്കെ വീർത്തിരിക്കുന്നുണ്ട്. 3 പേരോടും നേരെ ഇവിടെ വാടാന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ നിർത്തി. ആ മാങ്ങ മുഴുവനും പുറത്ത് മേശപ്പുറത്ത് വയ്ക്കാൻ പറഞ്ഞു. നേരെ ഓരോ മാങ്ങയായിട്ട് പോക്കറ്റിൽ നിന്ന് എല്ലാ പോക്കറ്റിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ചു. അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. സംഗതി നെഞ്ചിടിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഈ മാങ്ങ ഇവിടെ ഞാൻ വിതരണം ചെയ്യാൻ പോവുകയാണ്, അതിന് അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്ന് അകത്തേക്ക് വരാമെന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി. നേരെ അകത്തേക്ക് കയറി മാങ്ങ എല്ലാവർക്കും വിതരണം ചെയ്തു. എൻ്റെ ഒരു അനുഭവമാണ്. കൂടുതൽ സമയപരിമിതി കൊണ്ട് ഞങ്ങൾ തന്നെ ആശാൻ തന്നെ വേലി വിളവ് തിന്നാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പ്രോഗ്രാം അധ്യാപകരെ ആദരിക്കുന്ന വലിയ പരിപാടിയുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ സ്മൃതി പുഷ്പമാലികയിലൂടെ കളവ് പോയ മാങ്ങയുടെയും കാറ്റഴിച്ചു വിട്ട കള്ളനെയും എല്ലാം നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ടീച്ചേഴ്സിന് അവർ വളർത്തി പഠിപ്പിച്ച് വിട്ട ഞങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയൊരു നേർക്കാഴ്ചയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫെഷൻ പോലെ ഞങ്ങൾ ചെയ്തു കൂട്ടിയ കുസൃതികൾ പറയാനും കൂടിയുള്ളൊരു വേദിയായിരുന്നു ഇത്. ഓർമ്മകൾ പങ്കുവെച്ച എല്ലാവർക്കും നന്ദി. ഈ സംവാദം മുന്നോട്ട് നയിച്ച പാനൽ അംഗങ്ങൾക്കും പങ്കെടുത്തവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു.